ഓം ശാന്തി. മനസ്സിനെ പരിശീലിപ്പിച്ചാൽ ലോകത്തെ കീഴടക്കാനുള്ള ശക്തിയാക്കാൻ നമുക്ക് സാധിക്കുന്നതേ ഉള്ളൂ. മനസ്സ് ഓരോ മനുഷ്യനും ഭഗവാൻ തന്ന ഏറ്റവും വലിയ ശക്തിയാണ്, ഏറ്റവും വലിയ നിധിയാണ്. വ്യർത്ഥമായി ഒഴുകാൻ വിട്ടാൽ ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കാൻ ശക്തിയിലൊന്നാണ് മനസ്സ്. ശാന്തമായിക്കൊണ്ട് കൃത്യമായി പരിശീലിപ്പിച്ചാൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ളതായിരിക്കുന്ന പവറിലൊന്നാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. യഥാർത്ഥമായ ജീവിതത്തിൻ്റെ ശക്തി ഒരിക്കലും ശരീരത്തിലല്ല, മനസ്സിലാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അർദ്ധനഗ്നനായ ഫക്കീർ, നമ്മുടെ മഹാത്മാഗാന്ധി, അദ്ദേഹം എത്രയോ കിലോമീറ്ററോളം നടന്നിട്ടാണ് വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കിക്കൊണ്ട് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. ശരീരത്തിൻ്റെ ശക്തിയല്ല, മനസ്സിൻ്റെ ശക്തിയാണ്. തോക്കിൻ്റെ മുന്നിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ സാധിച്ചത് ശരീരത്തിൻ്റെ ശക്തിയല്ല, മനസ്സിൻ്റെ ശക്തിയാണ്. കാലഘട്ടങ്ങൾക്ക് പുറകിലേക്ക് പോവുകയാണ്, യുഗങ്ങൾക്ക് പിന്നിൽ. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ദൃശ്യം, ഭീമനും ദുര്യോധനനും തമ്മിലതായിട്ടുള്ള ഗദായുദ്ധത്തിൽ തൻ്റെ വാളിന് ഉരുക്കി കനലുപോലെ അതിനെ ശക്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭീമൻ. ആ സമയത്ത് പാഞ്ചാലി ചോദിക്കുകയാണ്, നാളത്തെ യുദ്ധം അനിവാര്യമാണല്ലേ ആര്യപുത്ര? അപ്പോൾ പറയും, തീർച്ചയായിട്ടും ഈ ഗദയുടെ ശക്തി കൊണ്ട് ഞാൻ അവൻ്റെ തലേനെ അടിച്ചു പൊളിക്കും, അവൻ്റെ തുട ഞാൻ തല്ലിത്തകർക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ പറയും, അല്ല, ഈ ഗദയുടെ ശക്തി കൊണ്ട് നാളെ ഞാൻ ദുര്യോധനനെ തല്ലിപ്പൊളിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ പാഞ്ചാലി പറയും, ഗദയിലല്ല ശക്തി. അപ്പോൾ ഭീമൻ പറയും, അത് ശരിയാണ്, ഗദ അടിക്കുന്ന ആൾ ഞാനല്ലേ, എൻ്റെ കയ്യിലാണ് ശക്തി എന്ന്. അപ്പോൾ പാഞ്ചാലി പറയും, അതും തെറ്റാണ്. ഗദയിലോ നിങ്ങളുടെ കയ്യിലുമല്ല ശക്തി, ശക്തി അങ്ങയുടെ മനസ്സിലാണ്. മനസ്സ് ഏകാഗ്രമാകുമ്പോൾ, മനസ്സ് ശക്തിശാലിയാകുമ്പോഴാണ് ആ ഗദയ്ക്ക് ശക്തി ഉണ്ടാകുന്നുള്ളൂ എന്ന്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ശരീരത്തിൻ്റെ ശക്തി അനിവാര്യമാണ്, വേണ്ടെന്നല്ല. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ്, അത് തീർച്ചയായിട്ടുള്ള ഘടകമാണ്. ചിലരുണ്ട്, ഞാൻ ഈ ശരീരത്തെ സ്നേഹിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ശരീരത്തിന് അങ്ങനെ മാനിക്കുന്നൊന്നുമില്ല, ഇതിലെന്തിനിത്ര കാണിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഗം വന്നാൽ മരുന്ന് കഴിക്കാതിരിക്കുക, വ്യായാമം ചെയ്യാതിരിക്കുക, വേണ്ട പോഷകാഹാരം കൊടുക്കാതിരിക്കുക തെറ്റാണ്. ഈ ശരീരവും ഭഗവാൻ തന്ന നിധി തന്നെയാണ്. ഇതിനെ പ്രോപ്പറായി സ്നേഹിക്കണം, അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ടല്ല. എനിക്ക് ഉപയോഗിക്കാൻ തന്ന നിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ, നല്ല ആഹാരം കൊടുക്കാൻ, വൃത്തിയായി സൂക്ഷിക്കാൻ, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇതാണ് ഞാനെന്ന് വിചാരിക്കുകയും ഇതിൻ്റെ സൗന്ദര്യവും ഇതിൻ്റെ ശക്തിയും മാത്രമാണ് എൻ്റെന്ന് വിചാരിക്കുകയും ചെയ്താൽ അതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ഘടകമായിട്ട് മാറും. അതുകൊണ്ട് മനസ്സിൻ്റെ ശക്തിയാണ് യഥാർത്ഥമായിരിക്കുന്ന ശക്തി. മനസ്സിനെ ട്രെയിനിങ് ചെയ്യാൻ ആദ്യം ആവശ്യം മനസ്സെന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. കുറച്ച് സമയം റെഗുലറായിക്കൊണ്ട് സൈലൻസ് ആൻഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ, ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിക്കൊണ്ട് മെഡിറ്റേഷൻ്റെ ആധ്യാത്മികതയുടെ പാതയിൽ കുറച്ച് സമയം നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ സ്വയം ഞാൻ ആരാണെന്നും എൻ്റെ മനസ്സ് എന്താണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. മനസ്സിനെ പവറാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, മനസ്സിലെ സങ്കല്പങ്ങളുടെ എണ്ണത്തെ കുറയ്ക്കാൻ സാധിച്ചാൽ, എന്താണോ മനസ്സ് പറയുന്നത് അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. മനസ്സിൻ്റെ ശബ്ദത്തെ കേൾക്കാൻ സാധിക്കുന്നവർക്ക് അവരുടെ കൃത്യമായ കർമ്മത്തിലൂടെ ജീവിതത്തിൽ വേണ്ടതായിട്ട് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. അതിന് പോസിറ്റീവായിരിക്കുന്ന തോട്ട്സിൻ്റെ റെഗുലർ പ്രാക്ടീസ്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി 3 നേരത്ത് അല്ലെങ്കിൽ 4 നേരത്ത് കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ, ഇത്ര ഗ്ലാസ് 9 ഗ്ലാസ് അല്ലെങ്കിൽ 8 ഗ്ലാസ് ഇത്ര വെള്ളം നിങ്ങൾ കുടിക്കണം എന്ന് പറയാൻ, ഇന്ന വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കഴിക്കണമെന്ന് പറയാൻ ഡോക്ടർമാരുണ്ട്. മനസ്സിൻ്റെ ഡോക്ടറാണ് ഭഗവാൻ, സുപ്രീം സർജൻ. ഭഗവാനും നമുക്ക് പറഞ്ഞു തരികയാണ്, സങ്കല്പങ്ങളാകുന്ന ആഹാരം, അത് ശുദ്ധിയായിരിക്കുന്ന ശക്തിശാലിയായിരിക്കുന്ന ആഹാരം മനസ്സിന് കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് മനസ്സിനും ഒരു ടൈം ടേബിൾ ആവശ്യമാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും വീക്കിലി വൺസ് എങ്കിലും അവനവനെ നോക്കിയേ പറ്റൂ. ഈശ്വര വിശ്വവിദ്യാലയത്തിൽ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ എന്നും രാത്രിയിൽ അവനവൻ്റെ നമ്മൾ ചാർട്ട് എഴുതുക എന്ന് പറയും. സെൽഫ് ചെക്കിംഗ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സെൽഫ് ടോക്ക് മെഡിറ്റേഷൻ കമൻട്രിയിലൂടെ നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ട് സങ്കല്പങ്ങൾ ശുദ്ധി വരുത്തുകയും
നമ്മളെ ക്ലീൻ ചെയ്യും. രാത്രിയിൽ ഉറങ്ങും മുന്ന് ഇന്നത്തെ എൻ്റെ ദിവസത്തിൽ എൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് പരിശോധിക്കുകയും നാളെ ബെറ്റർ ഡേക്ക് വേണ്ടിക്കൊണ്ട് അവസാന സമയത്ത് ഭഗവാന്റെ ഓർമ്മയിൽ എല്ലാ നെഗറ്റീവ് അക്കൗണ്ട്സും ക്ലോസ് ചെയ്ത് എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഊർജം നിറച്ച് നെഗറ്റീവ്സ് എല്ലാം ഫുൾ സ്റ്റോപ്പ്, പോസിറ്റീവ് നിറച്ച് നല്ലൊരു ദിവസത്തിന് തുടങ്ങാൻ വേണ്ടി തയ്യാറെടുക്കാറുണ്ട്. ഗുഡ് നൈറ്റ്, നല്ലൊരു ഗുഡ് നൈറ്റാണ് നല്ലൊരു ഗുഡ് മോർണിംഗിൻ്റെ തുടക്കം. അതുകൊണ്ട് രാത്രിയിൽ നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഈശ്വരന് കത്തെഴുതി മനസ്സിൻ്റെ ഭാരമില്ലാതാക്കി കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്ത് ഭഗവാൻ ഊർജം നിറച്ച് ശക്തവും ശാന്തവുമായിരിക്കുന്ന മനസ്സുകൊണ്ട് ഉറങ്ങി അതിശക്തമായ മനസ്സോടെ, ഊർജം നിറഞ്ഞ മനസ്സോടെ ഉണർന്ന് തൻ്റെ ജീവിതത്തിൽ സങ്കല്പധാരയെ പ്രവഹിപ്പിക്കാൻ സാധിച്ചാൽ, മനസ്സിനെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരാൻ ട്രെയിൻ ചെയ്താൽ തീർച്ചയായിട്ടും ശക്തമായൊരു മനസ്സുണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാലോ, ജിമ്മിന് പോകുന്ന സമയത്ത് ഒറ്റയടിക്ക് തന്നെ അവരുടെ അടുത്ത് വലിയ വെയിറ്റ് എടുക്കാൻ പറയാറില്ല. കുറച്ചായി തുടങ്ങി നല്ല സ്ട്രെങ്ത് ഉള്ള എത്ര വെയിറ്റ് വേണമെങ്കിൽ എടുക്കാനും നല്ല ഒരു ശരീരത്തെ ഉണ്ടാക്കാനും അവർക്ക് സാധിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരിക എന്ന് വെച്ചാൽ വിഷമിക്കണ്ട, എന്നെക്കൊണ്ടാവില്ല എന്ന് ചിന്തിക്കരുത്. നമ്മൾ എന്തെല്ലാം റിസ്ക് എടുക്കുന്നുണ്ടോ, എന്തെല്ലാം കഷ്ടപ്പാടുകൾ തരണം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ മൈൻഡ് സ്ട്രെങ്തൻ ചെയ്യുക. ഭാരമെടുക്കുമ്പോൾ ശരീരവും കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സും ശക്തമാകും. അതുകൊണ്ട് പറയാറില്ലേ, തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല എന്ന്. അതുകൊണ്ട് സാഹചര്യങ്ങളെ പഴിക്കാതെ, സാഹചര്യങ്ങൾ എനിക്ക് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന എൻ്റെ എക്സസൈസാണ്, എൻ്റെ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വരുന്നതായിരിക്കുന്ന ട്രെയിനിങ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ, ഈ രീതിയിൽ മനസ്സിനെ റെഗുലർ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ശക്തമായ മനസ്സ് നിങ്ങൾക്കുണ്ടാകും. നമുക്ക് നമ്മുടെ ലോകത്തിൽ അധികാരിയാകാൻ വേണ്ടിക്കൊണ്ട് പറയാറുണ്ട്, ലോകത്ത് ജീവിച്ചോളൂ, ലോകം നിങ്ങളിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന്. ഈ ലോകത്ത് ജീവിച്ച് രാജാവിനെ പോലെ ജീവിക്കാൻ, സ്വന്തം മനസ്സിൻ്റെ അധികാരിയായിക്കൊണ്ട് പരമാനന്ദത്തെ അനുഭവിക്കാൻ, പരമാത്മാവുമായുള്ള കണക്ഷനിലൂടെ ജീവിതത്തെ സാർത്ഥകമാക്കാൻ മനസ്സിനെ ട്രെയിൻ ചെയ്താൽ സാധിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.